സ്പേം ഹെൽത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ട സപ്ലിമെന്റ്സ് എന്തൊക്കെയാണ്? അതായത് മോട്ടിലിറ്റി ഇഷ്യൂസ് അതല്ലെങ്കിൽ കൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും അവരുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ത്യയിൽ തന്നെ 75% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ലോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തത് omega-3 ഫാറ്റി ആസിഡ് ആണ്. omega-3 ഫാറ്റി ആസിഡ് കൺസീവ് ആവാൻ ട്രൈ ചെയ്യുന്ന കപ്പിൾസിൽ 2 പേർക്കും എടുക്കാവുന്നതാണ്. മൂന്നാമത്തത് സിങ്ക് ആണ്. സിങ്ക് സപ്ലിമെന്റ് എന്ന് പറയുന്നത് പൊതുവേ കൗണ്ട് ഇഷ്യൂസും അതുപോലെ തന്നെ മോട്ടിലിറ്റി ഇഷ്യൂസും ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെയും സിങ്ക് എടുക്കാവുന്നതാണ്. നാലാമത്തത് L-കാർണിറ്റിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണാഹാരം കൂടുതലായിട്ട് കഴിക്കുക എന്നതാണ്. റെഡ് മീറ്റിൽ L-കാർണിറ്റിൻ ഉണ്ട്, അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സിൽ പിസ്താഷ്യോസിൽ അവക്കാഡോയിലൊക്കെ L-കാർണിറ്റിൻ ഉണ്ട്. ഈ 4-5 സപ്ലിമെന്റ്സും നമുക്ക് സ്പേം ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സപ്ലിമെന്റ്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്പേം കൗണ്ട് ആൻഡ് മോട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്ത് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കൂടെ ഈ സപ്ലിമെന്റ്സും കൂടെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.